ഇന്ന് ഓഗസ്റ്റ് 18 ഞായറാണ് കേട്ടോ. ഇന്ന് ഒരുപാട് കല്യാണങ്ങളുള്ള ദിവസമാണ്. അപ്പം ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു കല്യാണം തൊടുപുഴ വെച്ചിട്ടായിരുന്നു. അപ്പം നമ്മൾ ഏതായാലും തൊടുപുഴ വരെ പോവല്ലേ, എന്നാൽ അമ്പലത്തിലൊക്കെ കയറി തൊഴുതിട്ട് കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ വെച്ചല്ല കല്യാണം, ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോയി. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും റെഡിയാവുന്ന വീഡിയോ ഒക്കെ എടുക്കണം, യൂട്യൂബിലിടണം, എല്ലാവരും ഇടണമൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരിക്കലും എനിക്കത് നടക്കാറില്ല. കാരണം എവിടെ പോയാലും ഭയങ്കര ധൃതി പിടിച്ചിട്ടാണ് റെഡിയാവുന്നതും പോകുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ കയറി അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ്. എപ്പോൾ ചെന്നാലും നമ്മുടെ അമ്പലത്തിൽ, തൊടുപുഴ അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കില്ലാതെ തൊഴുകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് വിരളമാണ്. എന്നുവെച്ചാൽ ഒരുപാട് തിരക്ക് എന്നൊന്നല്ല, അത്യാവശ്യം തിരക്ക് എപ്പോഴും ഉണ്ടാവും. അമ്പലത്തിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയൊരു തോട് പോലെ കുറച്ച് വെള്ളം വരുന്നൊരു ഏരിയ ഉണ്ട്. അതായത് നമുക്ക് അവിടെ കാല് കഴുകിയിട്ട് വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പം അത് ഈ കുട്ടികൾക്കൊക്കെ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്, അവിടെ ഇങ്ങനെ നനച്ചുകൊണ്ട്. അപ്പോൾ ഞാനും വെള്ളത്തിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചിട്ട് അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുവാണ്. അവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ട്, സൺഡേ ആണ്, പിന്നെ ഒത്തിരി കല്യാണമുള്ള ദിവസമാണ്. അമ്പലത്തിലും കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതേ അമ്പലത്തിൽ കൂടെ തൊഴുത് നടക്കുകയാണ്. അമ്പലത്തിൽ പോവുക, പൈസ ഇടുക എന്നതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, അമ്പലത്തിലൊക്കെ തൊഴുതു. അടുത്ത പരിപാടി എന്ന് പറയുന്നത് മഞ്ചാടിക്കുരു വാരലാണ് കേട്ടോ. ഇതും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഏത് അമ്പലത്തിൽ ചെന്നാലും അവിടെ മഞ്ചാടിക്കുരു ഉണ്ടോയെന്നാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നോക്കണത്. അവൾക്ക് മഞ്ചാടിക്കുരു വാരാൻ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ കൊണ്ട് മഞ്ചാടിക്കുരു വാരിക്കുന്നത് കൂടുതൽ കുസൃതിയാവാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളിതേ തൊഴുതിറങ്ങുവാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളവിടെ കാല് നനയ്ക്കേണ്ട ആവശ്യമില്ല, കയറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കാല് നനയ്ക്കേണ്ടത്. അവരിവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്, ഒരു അമ്മൂമ്മ പറയുന്നുണ്ടായിരുന്നു മക്കളെ തിരിച്ചിറങ്ങുമ്പോൾ കാല് നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. അങ്ങനെ ഞങ്ങളിതേ കല്യാണ സ്ഥലത്തെത്തി. ഒരു വെങ്ങല്ലൂരുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണം ഏകദേശമൊക്കെ തുടങ്ങിയായിരുന്നു, ഏകദേശം സമയമായിരുന്നു. വധുവരന്മാരൊക്കെ സ്റ്റേജിലെത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അകത്തോട്ടൊക്കെ കയറി. അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പിള്ളേരെ പിടിച്ചാൽ കിട്ടൂല, അവരുടേതായ വഴിക്ക് പോയി. അവരിങ്ങനെ അതിലൂടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് ഇമ്മക്കുട്ടിക്കും ഭയങ്കര ഓട്ടം ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കല്യാണമൊക്കെ കാണുകയാണ്. ഞാനാണ് എല്ലാ വീഡിയോയും പിടിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പും അവിടെ ചെന്നിട്ടൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ കൂടുതൽ പോകുന്നതും വരുന്നതും ഒന്നും എടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഇച്ചിരി ടയർഡായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീഡിയോ പിടുത്തമൊക്കെ കുറച്ച് പാടാണ്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ചെറിയ സൺഡേ വ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.